സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു ആവറേജ് പ്രതീക്ഷയാണുള്ളത്. ചെറിയ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തരക്കേടില്ലാതെ രസകരമായി അവർ പറയുന്നൊരു കുഞ്ഞു സിനിമ എന്നുള്ള രീതിയിൽ. ഓരോ സിനിമകളുടെയും ട്രെയിലറൊക്കെ കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ ഓരോ ഇമേജ് ഉണ്ടാവുമല്ലോ. മിക്കവാറും സിനിമകൾ ആ ഇമേജിന് അപ്പുറത്തേക്കൊന്നും വളരാറില്ല, അത് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും. പക്ഷേ ചില സിനിമകൾ ആ എക്സ്പെക്റ്റേഷൻസിനെ ബ്രേക്ക് ചെയ്ത് തിയേറ്ററിൽ നമ്മളെ ഞെട്ടിക്കും. അങ്ങനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഒരു ഹൈ ഉണ്ട്. അതെനിക്ക് തന്ന സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഈ സിനിമ കണ്ട് തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ചെറിയ ബഡ്ജറ്റിൽ തരക്കേടില്ലാത്തൊരു സിനിമ എന്ന് പറയുന്നൊരു ക്യാപ്ഷനൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി, ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. ഇത് തിയേറ്ററുകളിൽ ഇനി എത്ര ദിവസം നിലനിൽക്കും എന്നെനിക്കറിയില്ല. ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുമ്പോൾ വളരെ കുറച്ച് ഷോസേ ഉള്ളൂ, വളരെ കുറച്ച് ടിക്കറ്റ്സേ പോയിട്ടുള്ളൂ. ഇങ്ങനൊരു നല്ല സിനിമയെ തിയേറ്ററിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന പ്രേക്ഷകരല്ല മലയാളി സിനിമ പ്രേക്ഷകരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് പേരെങ്കിലും ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കത് വലിയൊരു സന്തോഷമായിരിക്കും കേട്ടോ. ഒരു കൊച്ചു സിനിമയാണ്. നമ്മൾ ഈ ആവറേജോ ബിലോ ആവറേജോ ആയിട്ടുള്ള സിനിമകൾ, അതിൻ്റെ പ്രൊമോഷൻസ്, സോഷ്യൽ മീഡിയയിലെ പെയ്ഡ് റിവ്യൂസ് ഒക്കെ കാരണം എത്ര തല്ലിപ്പൊളി പടങ്ങൾക്ക് നമ്മൾ തലവെക്കുന്നു. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് മൂവി. പിള്ളേർ പൊളിയാണ്. എനിക്ക് ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പറയാനുണ്ട്. ഞാൻ ഓരോന്നായിട്ട് എണ്ണിപ്പെറുക്കി പറയാം, പക്ഷേ പരമാവധി സ്പോയിലർ ഇല്ലാതെ തന്നെ പറയാൻ ശ്രമിക്കാം. ഇത് മുഴുവൻ കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യൂ, തിയേറ്ററിൽ പോയി കാണൂ. ഞാൻ പറയുന്നത് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾ കാണുക എന്ന് പറയുന്നൊരു കാര്യം മാത്രമല്ല, നിങ്ങൾ ഒരാളും കൂടി ബുക്ക് ചെയ്താൽ 10 പേര് കഴിഞ്ഞാലേ 15 പേര് കഴിഞ്ഞാലേ ഷോ നടത്തൂ എന്ന് പറയുന്ന തിയേറ്ററുകാർക്ക് നിങ്ങളുടെ ഒരു ടിക്കറ്റ് കൊണ്ട് ചിലപ്പോൾ ഈ 10 പേരെന്ന് പറയുന്ന കോളം തികഞ്ഞെന്ന് വരും. നിങ്ങൾക്ക് സമയത്തിന് എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും ബാക്കി 9 പേര് ഈ സിനിമ കാണും. അവരിതിനെക്കുറിച്ച് നല്ലത് പറയും, കുറേയും കൂടി ആൾക്കാർ ഈ പടത്തിന് കയറും. നമ്മൾ മലയാള സിനിമയ്ക്ക് തിരിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ളൊരു കാര്യമാണത്. സിനിമ തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയെന്ന് വെച്ചാൽ പിള്ളേർ കുസൃതിയാണ്, കുറുമ്പാണ്, സിനിമയിലെ ഡയലോഗുകളാണ്, ഒരുപാട് ഷോ ഇറക്കും. പിള്ളേർ അങ്ങനെയൊക്കെയാണെന്നേ. അതിനെ പിള്ളേരുടെ ആംഗിളിൽ തന്നെ ട്രീറ്റ് ചെയ്ത് അവതരിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന സ്കൂളാണ്. ആ സ്കൂളിൽ ഈ പച്ചമാങ്ങയൊക്കെ പൊട്ടിച്ച് ഗർഭിണിയായ ടീച്ചർക്ക് കൊണ്ട് കൊടുത്ത് അവരുടെ മുഖത്തു നിന്നുള്ള ചിരി വാങ്ങിച്ചെടുക്കുന്ന കുറച്ച് കുരുത്തം കെട്ടവന്മാർ, അങ്ങനത്തെ ഭയങ്കര രസമായിട്ട് പോകുന്നൊരു സിനിമ. അവിടെ അജു വർഗീസ് കയറി വരുന്നു, സീൻ മൊത്തം മാറുക എന്ന് പറഞ്ഞാൽ വേറെ റേഞ്ചിലേക്ക് വളരെ ഹെവി ആയിട്ടുള്ളൊരു പൊളിറ്റിക്സിനെ വളരെ സിമ്പിളായിട്ട് പിള്ളേരുടെ ആംഗിളിൽ നിന്ന് മാത്രമേ പറയുന്നുള്ളൂ. സ്റ്റഡി ക്ലാസ് ഒന്നും എടുക്കാൻ പോകുന്നില്ല, പക്ഷേ അതിലെ പഞ്ച് മുഴുവൻ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ പോകുന്നു. അതിനുശേഷം സൈജു കുറുപ്പൊക്കെ വരുന്നു, ഒരുപാട് രസകരമായ മൊമെൻറ്റ്സ് ഒക്കെ നമ്മൾ കാണുന്നു. ആൻഡ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്നല്ല, ഈ എൻറ്റയർ സിനിമയും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മുഴുവൻ പിള്ളേർക്കും അവകാശപ്പെട്ടതാണ്. ഈ എല്ലാവളുമാരും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ക്ലാസ് മുറി, ആ പിള്ളേർ, നമുക്ക് ശരിക്കും നമ്മുടെ ചൈൽഡ്ഹുഡ് മിസ് ചെയ്യും. മറ്റേ നൊസ്റ്റാൾജിക് എലമെൻറ്റുകളുടെ ഒരു കുത്തൊഴുക്കെന്നുള്ള രീതിയിലൊന്നുമല്ല. ആ ഓളത്തിൽ, ആ പഞ്ചിൽ അത് ഭയങ്കര രസമാണ്. ഇനി എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് പറയാണ്. അജു വർഗീസ്, വാട്ട് ആൻ ആക്ടർ ഹീസ് എന്ന് പറയാൻ തോന്നി. എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു അജു വർഗീസ്. കാരണം അങ്ങേരുടെ ഡ്രസ്സിങ്ങും ഈ പറയുന്ന ഈ താടിയുടെ പരിപാടികളും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന് മേക്കപ്പ് എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ മേക്കപ്പും ബോഡി ലാംഗ്വേജും എല്ലാം കൂടി ചേരുമ്പോൾ അയാളൊരു ടെറർ മനിതനായിട്ട് മാറുകയാണ്. സത്യം പറഞ്ഞാൽ ഇടിച്ചങ്ങോട്ട് പരത്താൻ തോന്നിപ്പോയി. തനിക്ക് എന്താണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നുന്ന പോലെ അത്രയും ദേഷ്യം നമുക്ക് ആ ക്യാരക്ടറിനോട് ഫീൽ ചെയ്യുന്ന പോലെ അത്രയും ഗംഭീരമായിട്ട് അയാളത് ചെയ്തു വെച്ചു. നമുക്ക് ഒരുപാട് അധ്യാപകരുടെ മാനറിസംസൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഒരു ബ്രില്യൻ മൊമെൻറ്റ് പറയുകയാണെങ്കിൽ, അത് മൊമെൻ്റായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ മോഹഭംഗ മനസ്സിലെ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആലങ്കാരികമായിട്ട് പറയാവുന്ന ഒരു സീനുണ്ട്. അവിടെ ക്യാമറ വേറെ എങ്ങോട്ടും പോയിട്ടില്ല. വേറെ എന്ത് സാധനം വേണമെങ്കിലും കാണിക്കാൻ, ഒരു വൈഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ കാര്യം പറയുന്ന ആളുടെ മുഖത്തൊക്കെ വെക്കായിരുന്നു. പക്ഷേ കണ്ടിന്യൂസ് അത് അജു വർഗീസിൻ്റെ മുഖത്ത് മാത്രമാണ്. ഒരു മൈന്യൂട്ട് സാധനം അങ്ങ് വന്നിട്ടുണ്ടല്ലോ, എൻ്റെ പൊന്നെ. അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു ആർട്ടിസ്റ്റിൻ്റെ മുഖത്ത് ഇത്രയും ക്ലോസായി ഇത്രയും ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു സീനിൽ ക്യാമറ വെക്കാൻ ഒരു ഡയറക്ടറിന് ധൈര്യം കിട്ടില്ല. അങ്ങേര് അമ്മാതിരി ആർട്ടിസ്റ്റാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈജു കുറുപ്പ് ആസ് യൂഷ്വൽ അടിപൊളിയാക്കിയിട്ടുണ്ട്. ചിരിക്കാനുള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. സൈജു കുറുപ്പ് മാത്രമല്ല കേട്ടോ ചിരിപ്പിക്കുന്നത്. ഈ സൈജു കുറുപ്പ് വരുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്ത്, ഈ സിനിമകൾ കാണുന്ന ആളുകൾക്ക് റിലേറ്റ് ചെയ്ത് ചിരിക്കാനുള്ള കുറച്ച് എലമെൻറ്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ ഒരു ക്യാരക്ടർ തന്നെ പറയുന്ന പോലെ വല്ലാത്തൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിപ്പോയി എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണ്. എനിക്കത് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നൊരാൾ, ആളുടെ പേരെനിക്കറിയില്ല, പേരറിയാമെങ്കിലും പറയാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. കാര്യം അങ്ങനെ ഞാൻ പറഞ്ഞു പോയിട്ട് ഇനി അതൊരു സ്പോയിലറായി പോയല്ലോ എന്ന് വെച്ചിട്ടാണ്. അത് നിങ്ങൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് അതൊരു സ്പോയിലർ ആവണ്ടെന്ന് വെച്ചിട്ടാണ്. ആ സീനിനെ ഞാൻ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മുടന്തി നടക്കുന്ന, ഒരല്പം കൂടി എനർജി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന, ശബ്ദമുയർത്തി വല്ലതും പറയണോ എന്ന് ശങ്കിച്ച് നിൽക്കുന്ന, ജനാധിപത്യം, താൻ ആരാണെന്നും എന്താണെന്നും തിരിച്ചറിഞ്ഞ് ഒരു കസേരയിൽ
ആ കാലും കയറ്റി വെച്ചിട്ട് ഇരിപ്പിരിക്കുന്നുണ്ട്. രോമാഞ്ചമായിരുന്നു അത്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ സിനിമയിൽ ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ കാണുമ്പോഴേ ഇതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സീനും കാണാൻ പറ്റുകയാണെങ്കിൽ മാൻ, നിങ്ങൾ എന്താ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് നമുക്കിതിൻ്റെ സംവിധായകനോട് ചോദിക്കാൻ തോന്നും. കാരണം ഇക്കണ്ട് കാണായ ചിരികൾക്കൊക്കെ ഇടയിൽ അവന്മാർ സാധനങ്ങൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അത് കണ്ടാൽ മതി, അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി, അല്ലെങ്കിൽ എൻജോയ് ചെയ്യാം. പിന്നെ ഈ സിനിമയിലെ ടീച്ചേഴ്സ് എല്ലാവരും അടിപൊളിയായിരുന്നു. അതിപ്പോൾ അജു വർഗീസ് ആണെങ്കിലും സൈജു കുറുപ്പ് ആണെങ്കിലും പിന്നെ നമ്മുടെ ജോണി ആൻ്റണി, അങ്ങേരും അടിപൊളിയായിരുന്നു. അങ്ങേരുടെ ഒരു സാധനമുണ്ട് മോനെ. ടീച്ചേഴ്സ് എല്ലാവരും അടിപൊളിയായിരുന്നു. ഇതിനകത്ത് അധ്യാപകരും കുട്ടികളും ആകുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ, ഒരു സിനിമയിൽ ഉണ്ടാകുന്ന ഒരു ക്ലീഷയുടെ രംഗമാണ് ഒരു അധ്യാപകൻ ഇവർക്ക് കുറച്ച് മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളത്. അത് ആരാണ് എന്താണെന്നുള്ളത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ആ മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ അയാൾ ആ ഉപദേശിക്കുന്ന എന്താണോ അതിലൂടെ അയാൾ ജീവിച്ച് തീർത്തതാണ്. അത് ആ ക്യാരക്ടറിന് കൊടുക്കുന്നൊരു പവറുണ്ട് ആ കാര്യം പറയാൻ. ആൻഡ് ആർട്ടിസ്റ്റും അത് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പറയേണ്ടത് പിള്ളേരാണ്. യവന്മാരുടെ മുഴുവൻ പേര് പറയാൻ പോയാണ്ടല്ലോ, അയ്യോ, ഞാൻ പെട്ടെന്ന് പറയാനാണെങ്കിൽ എൻ്റെ മനസ്സിൽ വരുന്നത് പൃഥ്വിരാജ്, ആ ക്യാരക്ടറിൻ്റെ പേരാട്ടോ. അവൻ അടിപൊളിയായിരുന്നു. അവൻ്റെ കമൻട്രിയൊക്കെ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ മൈക്കൊക്കെ നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുകയാണ്. അത് മാസും പഞ്ചും ഒക്കെ ഉണ്ടാവും, അതിൻ്റെ കൂടെ ചളിയൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ വാരി വെതറിപ്പോവും. അത് കുട്ടികളുടെ ആംഗിളിൽ നിന്ന് കണ്ടാൽ അത് ഭയങ്കര രസമാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ അധിക പ്രസംഗം മറ്റത് മറിച്ചതെന്നൊക്കെ തോന്നും. പക്ഷേ പിള്ളേരുടെ ആംഗിളിൽ അത് പൊളിയാണ്. അത് അവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയോ ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ ഓവറാവുന്നുണ്ടോ എന്ന് തോന്നും, പക്ഷെ അവൻ ഓവറാണ്. ആ ക്യാരക്ടർ അങ്ങനെയാണ്. അങ്ങനെയുള്ള പിള്ളേരും ഉണ്ട്. അങ്ങനെയുള്ള എല്ലാത്തരം പിള്ളേരെയും നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. നാണമുള്ള പിള്ളേരുണ്ട്, ധൈര്യമുള്ള പിള്ളേരുണ്ട്. പിന്നെ അമ്പാടിയുടെ ക്യാരക്ടർ അമ്പാടി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമർ അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ആ ക്യാരക്ടറിനുണ്ടായിരുന്നൊരു ഡെപ്ത് ആലോചിക്കുമ്പോഴാണ് അതൊരു റെപ്രസെൻറ്റേഷനാണ്. അത് നമ്മൾ പിള്ളേർ പൊളിയാണെന്ന് പറയില്ലേ, ഞാൻ പറയുന്നത് ഈ സിനിമയിലെ പിള്ളേർ മാത്രമൊന്നുമല്ല, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ പിള്ളേരും പൊളിയാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് അവർ. അതിൽ വിഷം കുത്തി കയറ്റുന്നു എന്നുള്ളതാണ് ഈ മുതിർന്ന ആൾക്കാർ ചെയ്യുന്നത്. ഞാനിത് പറയുമ്പോൾ എനിക്ക് എന്തൊക്കെയൊക്കെയോ പറയണമെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ സന്തോഷം കൊണ്ടാണ്. ആ പ്ലേസ്മെൻറ്റിനെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അമ്പാടി എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര പ്രകാശമുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ നമ്മുടെ നായകൻ ശ്രീകുട്ടൻ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അവൻ്റെ അനിയനാണ് അതിനേക്കാളും മുറ്റ്. പിന്നെ ഈ പറയുന്ന മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ മുകളിൽ ഇവരുടെ കുറേ കൂട്ടുകാർ സെറ്റുണ്ട്. എനിക്ക് എല്ലാവരുടെയും പേരൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് ഓർമ്മ വരുന്നില്ല, പക്ഷേ എല്ലാ അവന്മാരും പൊളിയായിരുന്നു. അതായത് കുഞ്ഞു ഡയലോഗ് കൊടുക്കുമ്പോൾ ഈ പിള്ളേരിത് പെർഫോം ചെയ്യുന്ന ലെവലുണ്ടല്ലോ, അത് കുറേ താരങ്ങൾ കണ്ടുപഠിക്കണം എന്നെനിക്ക് പറയാൻ തോന്നിപ്പോയി. അത്രയും രസമായിട്ട് അവന്മാർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പിള്ളേരുടെ പേരൻസ്, ആ സ്കൂളിലെ പിയൂണ്, എല്ലാം നൈസായിരുന്നു. പിന്നെ പറയേണ്ടത് മ്യൂസിക്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു മാസ് സീനിന് ഇത്രയും സ്ലോ പേസിൽ മ്യൂസിക് ഇട്ട് കൊടുത്ത് എന്താ പറയുക, നമുക്ക് ചിലപ്പോൾ അത് ഡള്ളാവുന്ന പോലെ അല്ലേ എന്നൊരു സംശയമൊക്കെ തോന്നുമല്ലോ, ഇത് ചെയ്യുന്ന ആളുകൾക്ക് തോന്നുമല്ലോ. ആ സംശയത്തിന് മുകളിൽ ഇവിടെ ഇത് നമുക്ക് ചെയ്യാം എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് ഇവർക്ക് കിട്ടുക എന്ന് പറയുന്നത്, അത് അത്രയും കഴിവുള്ളവന്, അത്രയും ടാലൻ്റ് ഉള്ളവരുത്തന്നെ ആ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അത് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറിനുണ്ട്, PS ജയഹരി. ഗംഭീര മ്യൂസിക്കാണ്. ഗംഭീരം എന്നല്ല, ഞാൻ അതിനെ ബ്രില്യൻ്റ് എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിനകത്തൊരു ക്രിക്കറ്റ് കളി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഇലക്ഷൻ്റെ സമയം വരുന്നുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല, ഒരു ക്ലാസ് മുറിയിൽ മാത്രം ക്യാമറ ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന ഒരു സാധനമുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ പെർട്ടിക്കുലർ രംഗം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് എക്സ്പെക്റ്റ് ചെയ്തു പോകും. അവിടെയൊക്കെ ഈ മ്യൂസിക് എന്ത് രസമായിട്ടാണ് ഇങ്ങനെ കയറി വന്ന് ലാൻഡ് ചെയ്ത്, അടിപൊളി പരിപാടിയാണ്. എന്നിട്ട് പിള്ളേരുടെ പാട്ടില്ലേ, നമ്മൾ ഡെസ്കിലൊക്കെ കൊട്ടി പാടില്ലേ, ഈ പാട്ട് വെച്ച് അവന്മാരൊരു സാധനം ബിൽഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം അടിപൊളിയാന്നേ. മ്യൂസിക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സീൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്ത് ഇവരുടെ ഈ ക്രിക്കറ്റ് കളിയൊക്കെ ആണെങ്കിലും നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് വിഷ്വൽസ്. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഈ കൊട്ടിഘോഷിക്കപ്പെട്ട വലിയ ക്യാമറയോ അല്ലെങ്കിൽ വലിയ പരിപാടികളോ ഒന്നും ആയിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ചില സീൻസിലൊക്കെ ചില ഷോട്ടിലൊക്കെ ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത് ലൈറ്റ് അടിച്ചു പോകുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഈ സിനിമ അവരൊരു ചെറിയ ബഡ്ജറ്റ് ചെയ്തതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും ഗംഭീരമായ വിഷ്വൽസ് ഡെലിവർ ചെയ്യാൻ ഇതിൻ്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ ശ്രമം നമുക്ക് നല്ലോണം കാണാനുണ്ട്. ഒരു ക്ലാസ് മുറിയിൽ പിള്ളേരെല്ലാവരും കൂടി വോട്ട് ചെയ്യാണ്. അതായത് ഒരു ബാസ്ക്കറ്റ് വെച്ചിരിക്കുന്നു, എല്ലാവർക്കും തുണ്ടുകടലാസ് കൊടുത്തിരിക്കുന്നു, അവിടെയൊക്കെ വന്ന് എഴുതിയിട്ടിട്ട് പോകുന്നു, അത് കഴിഞ്ഞത് എണ്ണുന്നു. ഇത്രയേ ഉള്ളൂ സീൻ. നമുക്ക് പരിചയമുള്ള സൂപ്പർ സ്റ്റാറുകളൊന്നും സ്ക്രീനിലില്ല. വലിയ ഗിമ്മിക്കുകളൊന്നും കാണിക്കാൻ പറ്റില്ല. ഒരു കൊച്ചു ക്ലാസ് മുറിയാണ്, ഒരു സാധാരണ സ്കൂളിലൊരു ക്ലാസ് മുറിയാണ്. ആ ക്ലാസ് മുറിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണിക്കാൻ പറ്റും? പക്ഷേ ഈ പറയുന്ന വോട്ടിങ്ങും വോട്ടെണ്ണലും വിജയിക്കലും ഒക്കെ അവന്മാർ
ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അടിപൊളി പ്ലേസ്മെൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഈ ടീമിന് ഇതുപോലെ പോയിട്ട് അവർക്കൊരു സ്പോർട്സ് മൂവിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മുൾമുനയിൽ നിർത്താൻ പറ്റും. 2 പിള്ളേർ സെറ്റ് അവരുടെ ഒരു ചെറിയ ക്രിക്കറ്റ് മത്സരമൊക്കെയാണ്. പക്ഷെ അതിങ്ങനെ അവസാന നിമിഷം വരെ ആ ഉദ്വേഗം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുക. അടിപൊളി പരിപാടിയാണ് മാൻ. അനൂപ് വി ശൈലജയുടെ ക്യാമറ, കൈലാസ് എസ് ഭവൻ്റെ എഡിറ്റിംഗ്. ഈ എഡിറ്റ് ചെയ്തിട്ടുള്ള പുള്ളി ഇതിൻ്റെ എഴുത്തിലും കൂടി പങ്കാളിയാണ് എന്നുള്ളത് ഞാൻ ലിസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഗുണം സിനിമയുടെ എഡിറ്റിങ്ങിൽ കാണാനുണ്ട്. അടിപൊളി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ക്രിക്കറ്റ് കളിയും ഈ പറഞ്ഞ സാധനങ്ങളും അതിനോടൊപ്പം ഇവരുടെ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത്, പിന്നെ ഇത് എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത്, ഇതിൻ്റെ ക്ലൈമാക്സ് അവർ എൻഡ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. ആ ഒരു മിക്സിങ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്, അത് ശരിക്കും സിനിമ ഉള്ളിലുള്ളവനാണ് അത് പേപ്പറിൽ കൊണ്ടുവരാൻ പറ്റുക. അത് പേപ്പറിൽ കൊണ്ടുവന്നത് ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നാൽ അത് എങ്ങനെ പ്ലേസ് ചെയ്യണമെന്നുള്ളതും ഈ പറഞ്ഞ സിനിമ ഉള്ളിലുള്ളവൻ്റെ കയ്യിൽ നിന്ന് വരുള്ളൂ. അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വിനേഷ് വിശ്വനാഥാണ് ഇതിൻ്റെ സംവിധായകൻ. മുരളീകൃഷ്ണൻ, കൈലാസ് എസ് ഭവൻ, ആനന്ദ് മന്മഥൻ, വിനേഷ് വിശ്വനാഥ്, ഇത്രയും പേരാണ് ഇതിൻ്റെ തിരക്കഥയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 4 പേരുണ്ട്. അതിൻ്റെ ക്വാളിറ്റി കാണാനും ഉണ്ട് കേട്ടോ. 4 പേര് ഇതിലിരിക്കുന്നതിൻ്റെ ഒരു സാധനമുണ്ട്. അനാവശ്യമായിട്ട് എന്തെങ്കിലും വന്നു പോവുകയോ അല്ലെങ്കിൽ ഇക്കിളിട്ടപ്പോലും ചിരി വരാൻ പറ്റാത്ത തല്ലിപ്പൊളി തമാശകൾ കടന്നുകൂടുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ രസമായിട്ട് ചിരിക്കാൻ കുറേ ഉണ്ട്. കുഞ്ഞു പിള്ളേരുടെ സാധനങ്ങളൊക്കെയാണ്. ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് നമുക്കിരുന്ന് ചിരിക്കാവുന്ന കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളുണ്ട്. ആൻഡ് ഇതിൻ്റെ പൊളിറ്റിക്സിലേക്ക് നിങ്ങൾ കടക്കുകയാണെങ്കിൽ KR നാരായണൻ്റെ പേരിലുള്ള സ്കൂളിൽ നിന്ന് തുടങ്ങി മുന്നോട്ട് വെക്കുന്ന ഒരുപാട് പൊളിറ്റിക്കൽ സാധനങ്ങളുണ്ട്. ഇതൊന്നും നിങ്ങൾ സിനിമ കാണുമ്പോൾ അത്രയും ഇൻഡെപ്ത് ആലോചിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഈ സിനിമ തിയേറ്ററിൽ ഞാൻ കാണുമ്പോൾ എൻ്റെ അപ്പുറത്തിരുന്ന കുട്ടികളൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഇത്രയും പൊളിറ്റിക്സ് ഒക്കെ മനസ്സിലാക്കാനുള്ള പ്രായമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ പൊളിറ്റിക്സിനെ കൂടി വളരെ ഗംഭീരമായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് സിനിമയുടെ ഒരു രസം ചോർന്നു പോകാതെ അവതരിപ്പിക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ ഞാൻ എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. നിങ്ങളും ഈ സിനിമ നിങ്ങൾ എൻ്റെ ചാനൽ ഇത്രയും നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആ ടേസ്റ്റിൽ എവിടെയെങ്കിലും നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിലൊന്ന് നല്ല സിനിമകളെ, കുഞ്ഞു സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക, വിജയിപ്പിക്കുക എന്നതും കൂടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. കോടി ക്ലബ്ബിലൊന്നും കയറ്റി കൊടുക്കണ്ട. നമ്മൾ കൊടുക്കണം 150 രൂപയ്ക്ക് നമുക്കൊരു വർത്തായിട്ടുള്ളൊരു സാധനം അവർ ഡെലിവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.